എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 ആണ്. എന്താണ് ഡിവിസിബിലിറ്റി, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു നമ്പർ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയുക? ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോഷ്യൻറ്റും കിട്ടും, ഒരു റിമൈൻഡറും കിട്ടും അല്ലേ? ഈ റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണോ 0 ആവുന്നത് അപ്പോഴാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നതിനെ ഡിവൈസർ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ നമ്പറാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് വേഗം ഡിവൈഡ് തന്നെ ചെയ്ത് നോക്കി പറയാൻ സാധിക്കും അല്ലേ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിവിസിബിൾ ആണ്, 9 കൊണ്ട് ഡിവിസിബിൾ ആണ് ആ നമ്പർ എന്ന് പറയാൻ സാധിക്കും. പക്ഷെ തന്നിരിക്കുന്നത് വലിയൊരു നമ്പറാണെന്നുണ്ടെങ്കിലോ നമുക്ക് എങ്ങനെയാണ് ടൈം വേസ്റ്റ് ചെയ്യാതെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക? അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 സജസ്റ്റ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഒരു നമ്പർ കംപ്ലീറ്റ്ലി 9 കൊണ്ട് ഡിവിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 345681, അതായത് 3,45,681 എന്നുള്ള ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സം ഒന്ന് നോക്കൂ. അതായത് 3 + 4 + 5 + 6 + 8 + 1 എന്താ നമുക്ക് കിട്ടുന്നത്? 27 ആണ് ഈ നമ്പറിലെ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. 27 എന്ന് പറയുന്ന നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 പ്രകാരം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 3,45,681 എന്നുള്ള നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇതിൻ്റെ സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ പോരെ. സം ഓഫ് ദി ഡിജിറ്റ്സ് ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 41 ആണ്. 41 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിട്ടല്ല കിട്ടുന്നത് അല്ലേ? 41 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 5 ആണ് അല്ലേ? അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന വലിയ നമ്പർ എന്ന് പറയുന്നതും ഒരിക്കലും 9 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തതായി ഇവിടെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് പറയൂ. ഈ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9 ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ?